കാത്തിരിപ്പ് വെറുതെ ആയില്ല മക്കളെ. ലൂസിഫറിൽ ഇന്ത്യൻ പൊളിറ്റിക്സ് ആയിരുന്നു തീമെങ്കിൽ ഇത്തവണ ഇതിൽ ഖുറേഷിയുടെ ഇന്റർനാഷണൽ ലെവൽ നായാട്ടാണ്. ഇറാഖും റഷ്യയും ഇന്ത്യയും എല്ലാം സംഭവമായി എമ്പുരാനിലെ കടന്നു പോകുന്നുണ്ട്. പിടികിട്ടാപ്പുള്ളിയെ അബ്രാം ഖുറേഷിയെ തേടിയുള്ള ഗവൺമെന്റ് പോരാട്ടങ്ങളും അയാളുടെ തന്ത്രങ്ങളുമാകും നമ്മൾ എമ്പുരാനിൽ കാണുക എന്നൊരു സൂചന നൽകുന്ന ടീസർ. മലയാളത്തിന്റെ KGF എന്ന് പറയുന്നതിനേക്കാളും ഇന്ത്യയുടെ എമ്പുരാൻ എന്ന ടാഗ്ലൈനായിരിക്കും ഈ സംഭവത്തിന് കൂടുതൽ ഇണങ്ങുന്നത്. VFXന്റെ കാര്യത്തിൽ ചിലയിടത്ത് എന്തോ പോലെ തോന്നുമ്പോൾ എന്നാൽ മറ്റു ചിലത് റിയൽ ആണോന്ന് തോന്നുന്ന രീതിയിലുള്ള ഗ്രാഫിക്സും. സ്ഫോടനങ്ങൾ കാണിക്കുന്നതൊക്കെ കുറച്ച് പുറകോട്ടാണെങ്കിലും ഫ്രെയിംസ്, സിനിമാറ്റോഗ്രാഫി, കാഴ്ചയ്ക്കൊരു സുഖക്കേടുമില്ല. കണ്ണു നിറയ്ക്കും വിഷ്വൽസ് ഈ 2.5 മിനിറ്റിൽ തന്നെയുണ്ട്. സുജിത് വാസുദേവന്റെ കാഴ്ചപ്പാടിൽ ഇപ്പോൾ തന്നെ വീണിരിക്കുകയാണ്. കളി ഇന്റർനാഷണൽ ആണെങ്കിലും കുറച്ചു നേരം കേരളത്തിലും സ്റ്റീഫനായ റിഹേഴ്സൽ ഉണ്ടെന്ന് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഇതുകൊണ്ടാകാം മുരളി ഗോപി ലൂസിഫർ ത്രയത്തിലെ പാർട്ടാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ആയിരിക്കും എമ്പുരാൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് മെയിൻ തുറുപ്പിച്ചീടിനെ കാണാൻ കിടക്കുന്നേ ഉള്ളൂ. റൈറ്റിംഗ് നല്ല സ്റ്റൈലായി വന്നാൽ പിന്നെ L3യുടെ ഹൈപ്പിനെ പിടിച്ചാ കിട്ടിയെന്ന് വരത്തില്ല. ടീസറിന് വേണ്ടി നിർമ്മിച്ചതാണെങ്കിലും നല്ല രോമാഞ്ച മ്യൂസിക് ദീപക് ദേവ് നല്ല അസലായി ചെയ്തിട്ടുണ്ട്. കുറേ രഹസ്യങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള പൃഥ്വിരാജിന്റെ ലിറിക്സ് വെച്ച്. ഇതാണ്ട ടീസർ.